പഴയ നിയമത്തിലെ സംഭവങ്ങൾ പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. It is easy to listen to the narrative of the Old Testament. ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ കരീത്ത് തോട്ടിൽ പതുങ്ങിയിരുന്നു, കാക്ക വന്നു അപ്പം കൊടുത്തു. കേൾക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാനും എളുപ്പമാണ്. Elijah was by the brook Kerith and a crow fed him. It is easy to hear and easy to say. പക്ഷേ പുതിയ നിയമത്തിലെ ഒരു വാക്യത്തിനകത്ത് തന്നെ പല വെളിപ്പാടുകൾ ഉള്ളതുകൊണ്ട് കേൾക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ മനസ്സിലായാൽ നീ ആള് മാറും. Hallelujah. If you in the New Testament every scripture has multiple revelations, and if you understand it you will be blessed immensely. ഇവിടെ പറയുകയാണ്, what it says here is ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, the law of the spirit of life in Christ Jesus. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം He വരുത്തിയിരിക്കുന്നു. has set you free from the law of sin and death. അവിടെ എത്ര പ്രമാണം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? How many laws mentioned in this verse? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഒന്ന്. There is a law of the spirit of life, one. പാപത്തിന്റെ പ്രമാണം രണ്ട്. There is a law of sin, number two. മരണത്തിന്റെ പ്രമാണം. Number three, the law of death. എന്താണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം? What is the law of the spirit of life? അത് യേശുവിലൂടെ ലഭിച്ച ആത്മാവിന്റെയും ജീവന്റെയും പ്രമാണത്തെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. This is the life we inherit in the spirit after receiving Christ as our personal savior. രണ്ടാമത്തെ കാര്യം, The second thing mentioned here പാപത്തിന്റെ പ്രമാണം is talking about a law of sin. മൂന്നാമത്തത് And the third thing മരണത്തിന്റെ പ്രമാണം is the law of death. അപ്പോ ഈ രണ്ട് പ്രമാണത്തിൽ നിന്ന് നീ സ്വതന്ത്രയായിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. Paul is saying you are free from the law of sin and death. ഏത് നിമിത്തം? Because of what? Which law? എങ്ങനെ? How? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിമിത്തം. Because of the law of the spirit of life in Christ. പാപത്തിന്റെയും We have been set free മരണത്തിന്റെയും from the law of sin. പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്താണ് പാപത്തിന്റെ പ്രമാണം? So what is the law of sin? എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? And how do we get free from the law of sin? എനിക്ക് എങ്ങനെ അതിനകത്ത് വാഴാൻ പറ്റും? And how can I reign in the law of the spirit? സങ്കീർത്തനത്തിൽ പറയുന്നു, Even in the book of Psalms, പാപത്തിൽ ഞാൻ ഉരുവായി, and I was born in sin. ഞാനൊരു പാപിയായി മാറി. I am a sinner. പക്ഷെ ഇതൊന്നും പറയുന്നില്ല. എന്താണ് യഥാർത്ഥ കോഴ്സ്, റൂട്ട്, എന്താണ് യഥാർത്ഥ കാരണം പാപത്തിന്റേത്? What is the law of sin and what is the root of sin? എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, But the Bible says, നിങ്ങൾ എങ്ങനെ പാപിയായി? how did we become sinners? ചിലര് പറയുന്നു, Some people say, ഞാൻ പാപം ചെയ്ത് പാപിയായി. and we keep sinning and sinning and we became sinners. അല്ലേ? അല്ല. That's absolutely wrong. നീ പാപി ആയതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. You sin because you are a sinner. ഒന്നുകൂടെ പറയാം. Come on, let me say that നീ again. പാപം ചെയ്ത് പാപിയായതല്ല. We are not sinners because we keep sinning. നീ പാപി ആയതുകൊണ്ട് പാപം ചെയ്യുകയാണ്. We sin because we are sinners. പാപം ചെയ്തു പാപിയായതല്ല. We are not sinners because we sin. നമ്മൾ പാപികളായതുകൊണ്ടാണ് പാപം വെളിപ്പെടുന്നത്. We sin because we are sinners. 5-ാം അധ്യായം റോമാലേഖനം Chapter 5 of Romans 19-ാമത്തെ വാക്യം. and verse 19. നമ്മൾ എങ്ങനെ പാപികളായി മാറി? ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ അതാണ്ടാ കിടക്കുന്നു. For as through the one man's disobedience the many were made sinners. അപ്പം നിങ്ങൾ എങ്ങനെ പാപികളായി മാറി എന്നതിനുള്ള ആൻസർ സിമ്പിളായി ബൈബിൾ പറയുകയാണ്. So the Bible clearly says how we became sinners. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ We became sinners because of a disobedience of one man. ഏതാ ഏക മനുഷ്യൻ അറിയാമോ? And who is this one man who is responsible for this? ആദാം. Adam പാപം ചെയ്ത് നമ്മളെല്ലാം പാപികളാക്കി മാറ്റി. Adam was the one responsible to make us all sinners. അപ്പോൾ 5-6 അധ്യായത്തിൽ നമ്മൾ എങ്ങനെ പാപികളായെന്ന് വ്യക്തമായി പറയുന്നു. Romans 5 and 6 talks about how we became sinners. ബൈബിൾ പറയുകയാണ്, The Bible says, ഒരുവന്റെ അനുസരണക്കേടിനാൽ because of the disobedience of one man, നമ്മുടെ മേലെല്ലാം പാപം വെളിപ്പെടാൻ തുടങ്ങി. we all
all became sinners. നമ്മളെല്ലാം പാപികളായി മാറി. We were all made sinners because of the disobedience of one man. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് 7:23 പറയാം നമ്മുടെ അവയവങ്ങളിൽ അത് വ്യാപരിച്ചു. And Romans 7:23 says that the sin began to inhabit the organs of our body. നമ്മുടെ ഓർഗൻസിൽ അത് വെളിപ്പെടുന്നു. And the sin began to manifest itself in every part of our body. അതുകൊണ്ട് തന്നെ And because of that, 6-ാം അധ്യായത്തിൽ പറയുകയാണ്, and in 6th chapter it says, നമ്മുടെ അവയവങ്ങളെ and the members of our body, നമ്മൾ അറിയാതെ even without us knowing, പാപത്തിന്റെ ദാസന്മാരാക്കി മാറ്റി. we became instruments of unrighteousness and sin. അവരുടെ ഉള്ളിലുള്ള ആ അവയവങ്ങളിൽ വ്യാപരിച്ചു കിടക്കുന്ന പാപ സ്വഭാവം അവരെ കൊണ്ടത് The ചെയ്യിപ്പിക്കുകയാണ്. sin nature within us propels us to sin. അവരുടെ കണ്ണ്, അവരുടെ കാത്, അവരുടെ കയ്യ്, അവരുടെ ദേഹം, അവരുടെ കാല് പാപത്തിന്റെ അവയവമാക്കി അവര് ഉപകരണമാക്കി മാറ്റി. The sin nature has influenced every organ in our body. ആമേൻ. അവര് തന്നെ പറഞ്ഞു, ഓ മനുഷ്യരാണ്, പാപികളാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. Everyone says that sin happens because we are sinners. അവരറിയാതെ പറയുന്നത് ഞാൻ ദാസനാണെന്നാണ്. What they are saying is that we are slaves to sin. എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്നാണ്. There is no freedom from sin. അയ്യോ, മനുഷ്യർ മുഴുവനും അതിനുവേണ്ടി നിലവിളിക്കുകയാണ്. And all mankind is praying for freedom from sin. എന്നാൽ വേദപുസ്തകം പറയുന്നു, What the Bible says, നിങ്ങൾക്ക് for you അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. there is freedom from the law of sin. ഇത് നിജപാഷ വാക്കല്ല, These are not my words. വേദപുസ്തകത്തിലെ വാക്യമാ. These are words from the Bible. അത് എഴുതാൻ കാരണം, And the reason why it's written, നിന്നെ അടിമയായിട്ട് കാണാനല്ല അവൻ ആഗ്രഹം. he doesn't want you to see as slaves to sin. നിന്നെ അധികാരമുള്ള പുത്രനായി മാറാൻ അവൻ He ആഗ്രഹിക്കുകയാണ്. wants to make you authoritative sons of the kingdom. ഓക്കേ, ഈ അവയവങ്ങളിൽ വ്യാപരിച്ചു കിടക്കുന്ന പാപം, The sin nature is in the members of our body. എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും സ്വാതന്ത്ര്യം How ലഭിച്ചിരിക്കുന്നത്? can we be free from the law of sin? റോമാലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. Chapter 6 and verse 7 says, അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ, പാപത്തിൽ എല്ലാരും വായിച്ചോട്ടെ, അങ്ങനെ മരിച്ചവൻ, For he that is dead is freed from sin. അങ്ങനെ മരിച്ചവൻ For he that is dead, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. he has been freed from sin. അങ്ങനെ മരിച്ചവൻ, He who has died in that manner, അങ്ങനെ മരിച്ചവൻ he who has died in that manner, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. is freed from sin. ഇന്നത്തെ ചോദ്യം, എങ്ങനെ മരിച്ചവൻ? And what manner of death? ബൈബിൾ പറയുകയാണ്, The Bible says 6-ാം അധ്യായം in chapter 6, പാപസംബന്ധമായി മരിച്ചവനെ പറ്റിയാണ് പറയുന്നത്. chapter 6 talks about the people who are dead in sin. പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ, The people who are dead in sin means നമ്മൾ ജനിച്ചപ്പോഴേ പാപികളായിരുന്നു. we were born as sinners. നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ച പാപങ്ങൾ നമ്മളെ കൊണ്ട് പാപപ്രവർത്തികൾ We ചെയ്യിപ്പിക്കുന്നു. have the nature of sin in different parts of our body, and that causes us to sin. എന്നാൽ ബൈബിൾ പറയുന്നു, What the Bible says, നിനക്ക് പാപസംബന്ധമായി മരിക്കാൻ പറ്റും. you can die to the law of sin. അതിന് വിളിക്കുന്ന പേരാണ് മാനസാന്തരം. That is, the word is repentance. മാനസാന്തരം, Repentance. മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ് മാനസാന്തരം. It is a change of mind that is called repentance. കാരണം The reason is നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് മുഴുവനും മനസ്സാണ്. because mind controls a man. അപ്പൊ നമ്മുടെ മൈൻഡ് ആരുടെ ആയിരുന്നു? So we have inherited the ആദാമിന്റെ. mind of Adam. ആ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായി മാറണം. We should transform that into the mind of Christ. അപ്പോ നമ്മുടെ മൈൻഡ് ആദാമിന്റെ മൈൻഡ് ആയിരുന്നു. And so we have inherited the mind of Adam. എന്തിനാണ് ബൈബിൾ? What is the Bible for? എന്തിനാണ് ഇതുപോലത്തെ പാസ്റ്റർമാർ? Why are we pastors standing here? എന്തിനാണ് ഇതുപോലത്തെ ചർച്ച് ഹോൾ തന്നത്? Why is there a church hall like this here? ആദാമിന്റെ മൈൻഡ് മാറിയിട്ട് ക്രിസ്തുവിന്റെ മൈൻഡ് നമ്മുടെ മേൽ We വെളിപ്പെടണം. have to transform the mind of Adam into the mind of Christ. എങ്ങനെയാ മൈൻഡ് കിട്ടും? How do we transform from the mind of Adam to the mind of Christ? Through the meditation of the word of God. ദൈവവചന ധ്യാനത്തിലൂടെ മാത്രം
മാത്രമേ ആ മൈൻഡ് നമുക്ക് ലഭിക്കത്തുള്ളൂ. Only through the meditation of the word of God can we transform our mind that is fallen to sin. നമ്മളിൽ പലരും വേദപുസ്തകം വായിക്കുന്ന എന്തിനാണ്? Many of us read the Bible for what? രാത്രി പേടി കിട്ടാതിരിക്കാൻ. Because we are afraid in the night. എന്നാൽ വായിക്കേണ്ടത്, But we should read for what? നമ്മുടെ മൈൻഡ് യേശുവിനെ പോലെയാകാൻ. So that our mind will be renewed to the mind of Christ. അപ്പോൾ അങ്ങനെ മരിച്ചവൻ, so the man who has died in such a manner, എങ്ങനെ മരിച്ചവൻ? in which manner? റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, 1-ാമത്തെ വാക്യം. Romans chapter 6 and verse 1. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിനെ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. അടുത്തത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ മാനസാന്തരം വന്നപ്പോ നമുക്ക് മരണം സംഭവിച്ചു. അടുത്ത വാക്യം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നെക്സ്റ്റ്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പാപസംബന്ധമായ മരണം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. When we repent, we are dying to the nature of sin. അത് സംഭവിക്കുന്നത്, and that happens, കൗൺസിലിംഗിലല്ല, ഉപദേശത്തിലല്ല, വചന കേൾവിയാലും വചനധ്യാനത്താലുമാണ്. That transformation happens by the renewal of the mind to the word of God. അങ്ങനെ നിങ്ങൾക്കൊരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, and if we have died in such a manner, നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപ സ്വഭാവത്തിന്റെ കൺട്രോൾ പതുക്കെ വിടാൻ തുടങ്ങും. the law of the sin will begin to lose its grip from your life. അങ്ങനെ ഒരിക്കൽ മരണം സംഭവിച്ചാൽ, and if you have died in such a manner, മരിച്ചവരെ നമ്മൾ എന്താ ചെയ്യുന്നേ? what do we normally do with dead people? അടക്കും, കുഴിച്ചിടും. we bury them. അപ്പൊ സ്നാനം എന്ന് പറയുന്ന പള്ളി മാറുന്നതല്ലേ? So I thought taking water baptism was to shift membership from one church to another. No. ബൈബിൾ പറയുന്നു, the Bible says, നീ മരിച്ചാൽ, if you die, നിന്നെ അടക്കുന്നതാണ് സ്നാനം. if you to bury after death is water baptism. പാപസംബന്ധമായി മരിച്ചാൽ, if you die to sin, നിന്നെ പരസ്യമായി കുഴിച്ചിടുന്നതാണ് സ്നാനം. to bury you publicly, that event is called water baptism. അങ്ങനെ സംഭവിക്കുമ്പോ, and when that happens, ശ്രദ്ധിച്ചു കേൾക്കണം, അങ്ങനെ സംഭവിക്കുമ്പോ when that happens, രണ്ട് കാര്യം നടക്കും. two things will happen. ഒന്നാമത്, firstly, അങ്ങനെ സംഭവിക്കുമ്പോൾ when you die like that, അവന്റെ മരണത്തിന്റെ പങ്കാളിയായി ഞാൻ മാറും. we become partaker of Jesus' death. പങ്കാളിയാകുക. We become partaker of Jesus' death. ബൈബിൾ പറയുന്നു, and the Bible says, കാൽവറി ക്രൂശിൽ യേശു നിനക്ക് വേണ്ടി എന്തൊക്കെയോ നേടി, അതിന്റെ പങ്കുകാരനായി ഇന്ന് വരെ തീരാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ് ഓപ്പർച്യൂണിറ്റി. അതിനുവേണ്ടി റെഡിയാകുക, ആ പങ്കുകാരനായി നീ മാറുക. be a partaker of what God Christ has done for you on the cross of Calvary. ഇതിനകത്തിരിക്കുന്ന സകലരോടും ഞാൻ പറയാം, everyone seated here, രണ്ട് കള്ളന്മാരുടെ നടുവിൽ, in the midst of two bandits, രക്തം മുഴുവനും നമുക്ക് വേണ്ടി ഊറ്റി തന്നത്, the man who shed every species. വർഷത്തിൽ ഒരിക്കൽ ഈസ്റ്റർ കൊണ്ടാടാനല്ല, it is not to celebrate Easter. ക്രൂശീകരണം കൊണ്ടാടാനല്ല, it is not to just celebrate the death നിനക്കും of നിന്റെ തലമുറയ്ക്കും അനുഭവിക്കാനുള്ള സ്വർഗീയവും ആത്മീയവും ഭൗതികമായ എന്തൊക്കെയോ വലിയ നന്മകൾ അവിടുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പങ്കുകാരനായിട്ടേ പോകാവൂ.